വിദ്യാഭ്യാസത്തിലും ഭാവത്തിലും ഒരു നല്ല ഒരു അഭിനന്ദനം. ശരി, ഓക്കെ, താങ്ക് യു. പിന്നെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇതിനെ വിളിക്കുന്ന ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുടെ ദയനീയാവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. കാരണം ഒരല്പം പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു UDF-നും ഈ ഇലക്ഷനും. അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആര്? ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം. എന്റെ കരുണ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും ഒരു ദേശീയ നേതൃത്വം, ഇത്രയും ദുർബലതയുള്ള ഒരു ദേശീയ നേതൃത്വത്തിന് ഞാൻ എന്റെ ഈ 72 വർഷത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു കൂട്ടരാണ് ഇത്തവണ വരാൻ പോണ ദോഷം മറിയാണെങ്കിൽ അതിന് ഉത്തരവാദി ഇവർ മാത്രമായിരിക്കും. വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേരള നേതാക്കൾ പറയുന്നുണ്ട്, സതീശൻ പറയുന്നു, വേണുഗോപാൽ പറയുന്നു, എല്ലാരും പറയുന്നു ദേശീയ നേതൃത്വമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചാൽ അപ്പോ ഓക്കെ. അപ്പൊ ഇത് വലിച്ചു നീട്ടി ഈ രണ്ടാം വാരത്തിലേക്ക് കടക്കാൻ പോകുന്നത് ആരുടെയും കുറ്റമല്ല, കോൺഗ്രസ്സുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയുമ്പോൾ ചിരി വരും. കാരണം ഒരു സുധാകരൻ ഇല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് മൊത്തം നശിച്ചു പോകുമോ? രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ കരുണാകരന്റെ അല്ല ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വില അറിയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കും, എല്ലാത്തിനൊക്കെ പുറത്തായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെസയിലാകെ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം നശിച്ചു പോയാ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ എത്രയോ പ്രഗത്ഭരായ നേതാക്കൾ പോയി. ഇവർക്ക് നട്ടലില്ലാത്ത, നട്ടലിന്റെ സ്ഥാനത്ത് റബ്ബറോ വാഴപ്പിണ്ടിയാണ് ഇവർക്കുള്ളത്. അത്ര മാത്രമേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ